ഹലോ അസ്സലാമു അലൈക്കും. നമുക്ക് സമൂസ ഷീറ്റ് വെച്ചിട്ട് നല്ലൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയാലോ? മധുരമുള്ള ചട്ടിപ്പത്തിരി. അപ്പോൾ അതിനാവശ്യമായ തേങ്ങയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് ചൂടാക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമായത് മുട്ടയാണ്. 2 മുട്ടയിൽ പഞ്ചസാരയും ഇട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമുക്കങ്ങനെ ലെയർ വെച്ച് തുടങ്ങാമേ. അപ്പോൾ അതിനാവശ്യമായ ഒരു പാന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അതിലൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ ഓരോ ഷീറ്റും എടുത്ത് നമുക്ക് ലെയർ വയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 3 സമൂസ ഷീറ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇടണം കേട്ടോ. അതിനുശേഷം വീണ്ടും നമുക്ക് അടുത്ത ലെയർ വയ്ക്കാനായിട്ട് ഈ സമൂസ ഷീറ്റ് ക്രോസ് ആയ രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. നമ്മളിത് ഉണ്ടാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റൂം ടെമ്പറേച്ചറിലായ സമൂസ ഷീറ്റ് വേണം നമുക്കിതിനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഈ ഫില്ലിംഗ് ഇട്ട് അടുത്ത സമൂസ ഷീറ്റും ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഞാനൊരു 3 ലെയറാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ലെയർ വയ്ക്കാം. നമ്മുടെ പാനിനനുസരിച്ച് നമുക്ക് ലെയർ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് മടക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ബാക്കി വന്ന ഈ മുട്ടയും കൂടെ നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ സമൂസ ഷീറ്റാണ് പെട്ടെന്ന് വെന്ത് കിട്ടുക. അതുകൊണ്ട് നമ്മൾ അത് അനുസരിച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് വെന്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.